ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ പാവയ്ക്ക് തീയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി നാളികേരം ചിരവിയതും ഉണക്കമുളകും വേപ്പിലയും ചെറുള്ളിയും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിൽ ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് കുതിരാൻ വയ്ക്കാം. ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും മുളകും വേപ്പിലയും പൊട്ടിച്ച ശേഷം അരിഞ്ഞു വെച്ച പാവയ്ക്കയും ചെറുള്ളിയും പച്ചമുളകും ചേർത്തിളക്കി കൊടുത്ത് കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിളക്കി ഇതുപോലെ വഴണ്ടി വരുമ്പോൾ പുളി കുതിർത്ത വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചാറൊക്കെ കുറുകി വരുന്നേരം ശർക്കരയും ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി പാവയ്ക്ക തീയൽ റെഡി.